നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറെ പോലുള്ളൊരു താരത്തിന് കൊമേഴ്ഷ്യലി എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നതിൻ്റെ നേർചിത്രമാണ് ഇപ്പോൾ നമ്മൾ സാൻഡോസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാൻഡോസ് എന്ന് പറയുന്ന ക്ലബ്ബ് ശരിയാണ്, പെല കളിച്ച ക്ലബ്ബാണ്, പണ്ട് പുലിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ സീസണിൽ ബ്രസീലിയറോ സീരി ബിയിൽ കളിച്ച ടീമാണെന്ന് ഓർക്കുക. അവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ഇപ്പം നെയ്മർ ഉള്ളത് കൊണ്ട് ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ക്ലബ്ബായി മാറിയിട്ടുണ്ടല്ലോ. അവരുടെ നീല ജേഴ്സി, നെയ്മറെ വെച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്ത ജേഴ്സി, അത് വിപണിയിൽ തരംഗം സൃഷ്ടിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ബ്രസീലിൽ നിന്ന് വരുന്ന വാർത്തകൾ പ്രകാരം നെയ്മർ ജൂനിയറെ വെച്ചുകൊണ്ട് അവർ അവതരിപ്പിച്ച ലോഞ്ച് ചെയ്ത ബ്ലൂ ഷർട്ട്, അത് 2025 ആ ഒരു ബ്ലൂ ഷർട്ട് ഓൾറെഡി അവരുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2025 പകുതിയായിട്ടുള്ളൂ. അപ്പോൾ 2025 അവർ ആ ജേഴ്സി സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ടാർഗറ്റ് ഉണ്ടല്ലോ, അത് ഈ പകുതി കാലഘട്ടം കൊണ്ട് തന്നെ കവർ ചെയ്തിരിക്കുന്നു. സാൻഡോസ് 2,40,000 ഷർട്ടുകൾ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ ഈ ഫിഗർ ക്ലബിൻ്റെ വെബ്സൈറ്റിലൂടെയോ ഒഫീഷ്യൽ സ്റ്റോറിലൂടെയോ വിറ്റതിൻ്റെ കണക്കല്ല, റീറ്റെയിലേഴ്സ് വഴി മാത്രം 2,40,000 ഷർട്ടുകൾ വിറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്കുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ച വിൽപ്പനയല്ല. അവരുടെ ടാർഗറ്റ് ഈ വർഷത്തേക്ക് എത്രയാണോ വെച്ചിരുന്നത് അതിനേക്കാൾ കൂടുതൽ ഓൾറെഡി അവർ വിറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അതാണ് ടോപ്പ് 3 ബെസ്റ്റ് സെല്ലിംഗ് ഐറ്റംസ് ഇൻ അംബ്രോസ് ഹിസ്റ്ററി. അതുകൂടി നോക്കണം. ടോപ്പ് സെല്ലിംഗ് ഐറ്റംസ് എടുക്കുമ്പോൾ അതിൻ്റെ ടോപ്പ് 3യിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സോ നെയ്മർ ജൂനിയറുടെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. വലിയ രൂപത്തിലുള്ള സെയിൽ അവരുടെ ജേഴ്സിക്ക് ലഭിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നെയ്മറെ പോലുള്ള താരങ്ങളെ കൊണ്ടുവരുമ്പോൾ ഒരു ടീമിന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗുണം. അതുകൊണ്ട് അങ്ങനെയുള്ള താരങ്ങളെ നിലനിർത്താൻ വേണ്ടി അവർ പരിശ്രമിക്കുകയും ചെയ്യും. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.